പഹൽഗാം ഭീകരാക്രമണത്തിൽ നിഷ്പക്ഷ അന്വേഷണത്തിന് തയ്യാറാണ് എന്ന് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്. വിഷയത്തിൽ പാകിസ്ഥാന് ഒന്നും തന്നെ മറച്ചുവെക്കാനില്ല എന്നും ഷഹബാസ് പറയുകയാണ്. രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിക്കാൻ സായുധ സേനകൾ സജ്ജരാണ് എന്ന് ഷഹബാസ് വ്യക്തമാക്കി. ദുരന്തങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കുന്നത് ഇന്ത്യ അവസാനിപ്പിക്കണമെന്നും സിന്ധു നദീജല കരാർ മരവിപ്പിച്ചാൽ സൈന്യത്തെ ഉപയോഗിച്ച് നേരിടുമെന്നും അബോട്ടാബാദിലെ സൈനിക അക്കാദമിയിൽ നടന്ന ചടങ്ങിൽ ഷഹബാസ് പ്രതികരിച്ചു. അതേസമയം ഭീകരാക്രമണത്തിൽ പങ്കില്ല എന്ന് ഭീകരവാദ സംഘടനയായ TRF വാദിക്കുകയാണ്. അക്കൗണ്ടിൽ ഇന്ത്യൻ സൈബർ വിഭാഗം നുഴഞ്ഞു കയറിയെന്നും ഉത്തരവാദിത്വം ഏറ്റെടുത്ത പ്രസ്താവന അക്കൗണ്ടിൽ ഇട്ടത് ഇന്ത്യൻ ഏജൻസികളാണെന്നാണ് TRF ഇപ്പോൾ പറയുന്നത്. അതേസമയം വിവിധ സംസ്ഥാനങ്ങളിലുള്ള കശ്മീരി വിദ്യാർത്ഥികളുടെ സംരക്ഷണം ആവശ്യപ്പെട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് കത്തയച്ചിരിക്കുകയാണ് AR റഹീം. വിവിധ സംസ്ഥാനങ്ങളിലുള്ള കശ്മീരി വിദ്യാർത്ഥികളെ സംരക്ഷിക്കണമെന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ കശ്മീരി വിദ്യാർത്ഥികൾ ഭീഷണി നേരിടുന്നതായി അദ്ദേഹം കത്തിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഡെറാഡൂണിൽ വർഗീയ ഗ്രൂപ്പുകളുടെ ഭീഷണിയെ തുടർന്ന് വിദ്യാർത്ഥികൾ ഹോസ്റ്റൽ വിട്ടുപോകാൻ നിർബന്ധിതരായിരുന്നു. ഇത് MP കത്തിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ്. വിദ്യാർത്ഥികൾക്കും വ്യാപാരികൾക്കും എതിരെ സമൂഹ മാധ്യമങ്ങളിലൂടെ വിദ്വേഷം വളർത്തുന്നുവെന്നും വിദ്യാർത്ഥികൾക്ക് സംരക്ഷണം നൽകാൻ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും അടിയന്തര ഇടപെടൽ ആവശ്യമാണ് എന്നും AR റഹീം MP കത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ജമ്മു കശ്മീരിൽ പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കുണ്ട് എന്ന് കരുതുന്ന 3 ഭീകരരുടെ കൂടി വീടുകൾ തകർത്തിരിക്കുകയാണ്. ഇതോടെ ആകെ 5 പേരുടെ വീടുകൾ തകർക്കപ്പെട്ടിട്ടുണ്ട്. ഇവരിൽ ലഷ്കർ-ഇ തൊയ്ബ കമാൻഡറിന്റെ വീടും ഉൾപ്പെടുന്നുണ്ട്. ചൊവ്വാഴ്ചയാണ് മിനി സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന പഹൽഗാമിൽ രാജ്യത്തെ നടുക്കിയ കൂട്ടക്കൊല നടന്നിട്ടുണ്ടായിരുന്നത്. വിനോദസഞ്ചാരികളടക്കം 26 പേരാണ് ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ആക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനെതിരെ ഇന്ത്യ നയതന്ത്ര നടപടികൾ സ്വീകരിച്ചിരുന്നു. സിന്ധു നദീജല കരാർ അടക്കം റദ്ദാക്കുകയും ഇന്ത്യയിലുള്ള പാക് പൗരന്മാർ രാജ്യം വിട്ടു പോകണമെന്ന് ഉത്തരവിടുകയും ചെയ്തിരുന്നു. പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരർക്കായി തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. പീർ പഞ്ചാൽ വന മേഖലയിലാണ് സംയുക്ത സേന തിരച്ചിൽ നടത്തുന്നത്. ഭീകരരുടെ വിവരം കൈമാറുന്നവർക്ക് 20 ലക്ഷം രൂപ പാരിതോഷികവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കശ്മീരിലെ ബന്ദിപ്പോരയിലും കഴിഞ്ഞ ദിവസം സൈന്യവും ഭീകരരുമായി ഏറ്റുമുട്ടലുണ്ടായിരുന്നു. ഒരു ഭീകരനും 2 സുരക്ഷാ സേനാംഗത്തിനും പരിക്കേറ്റു.